എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലെ ഒരു അടിപൊളി റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഈ റെസിപ്പിയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നോട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവൾ ഇത് കുക്ക് ചെയ്തതെന്ന് നോക്കാം. Welcome to Mama's Paradise. Today I'm going to make cinnamon buns with you guys. I went and watched Lekshmis Kitchen and Creations and I really wanted to make cinnamon buns with you guys. So, if you want to know how to make these cinnamon buns, go on Lekshmis Kitchen and Creations page. The link is down in the description. ഇനി ഇവിടെ പാലും മുട്ടയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. Now I'm going to add the sugar. Now I'm going to add the salt. Next, we're going to add the butter. And make sure all of it gets in there. Now we're going to add the yeast. Yep. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ആൾക്കിത് കുക്ക് ചെയ്യാൻ. Now we're going to add the flour. ഇവിടെ അൺബ്ലീച്ച്ഡ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒരു ഡവ് ഉണ്ടാക്കി മാറ്റി വെക്കണം. ഡവൊക്കെ ഞാനാട്ടോ കുഴച്ചത്. അവൾ എന്നാലും ട്രൈ ചെയ്തു അതൊക്കെ ഒന്ന് കുഴയ്ക്കാൻ. Oh, now we're going to put it to the side to let this rise. 3 hours എങ്കിലും മാറ്റി വെക്കണം ഇത്. അപ്പോഴേക്ക് ഇത് റൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ വാവയ്ക്ക് എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഷുഗറും സിനമണിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുത്തു. കുറച്ചൊക്കെ ആൾ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡവ് ഇവിടെ റൈസ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം ഡവ് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗം എടുത്ത് നമുക്ക് റോൾ ഔട്ട് ചെയ്യണം. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആക്കി എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അഞ്ജലി ഇത് ട്രൈ ചെയ്തു കേട്ടോ, പക്ഷെ അവൾക്ക് എന്ത് ചെയ്താൽ പരത്താൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ വളരെ ഇൻട്രസ്റ്റോടുകൂടിയാണ് കുക്കിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ബട്ടറൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഇനി ആ സിനമണും ഷുഗറിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം സ്പ്രെഡ് ഔട്ട് ചെയ്യണം. ഈവണായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മീസ് കിച്ചണിൽ അത്രയും ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഇനി പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിത് ചെറിയ പീസായിട്ട് കട്ടൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഒരു പാനിൽ ബട്ടർ തേക്കുകയാണ്. കട്ട് ചെയ്യണതിനൊരു ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിൽ നോക്കണം. നല്ല ഭംഗിയിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും അഞ്ജലിയാണ് കുറേയൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്.
ഇത് ബേക്ക് ചെയ്യാൻ വെച്ച് ഏകദേശം ആവാറാകുമ്പോഴാണ് ഞാനിവിടെ ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബട്ടർ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം. കുറച്ച് സമയമെടുത്ത് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരുന്ന കാണാം. അതിൻ്റെ ഇടയിൽ നമുക്ക് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ലക്ഷ്മീസ് കിച്ചണിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജലിയുടെ ഫ്രണ്ട്സ് വന്നുകൊണ്ട് അവരും ഈ കുക്കിങ്ങിലേക്ക് കൂടി. പിന്നെ അഞ്ജലി കുറച്ച് കഴിയുമ്പോൾ കളിക്കാനായിട്ട് ഓടിപ്പോയിട്ടോ. ഞാനിത് ഇത്തിരി പാലും കൂടി മിക്സ് ചെയ്ത് ഗ്ലേസ് ഉണ്ടാക്കുകയാണ്. ഈ സിനമൺ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിനമൺ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മീതെ. നമുക്ക് വേണമെങ്കിൽ ആ ഓവൺ ഇപ്പോൾ ഓൾറെഡി ഓഫ് ആയാലും ഇത്തിരി ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് അതിലൊരു 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് മെൽറ്റായി കിട്ടും. അടിപൊളിയാണ്. ഇനി പിള്ളേരിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അഞ്ജലിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നല്ല ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വോയിസ് ഇതിൽ ഇടാഞ്ഞത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബി അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നല്ല റെസിപ്പിയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലക്ഷ്മീസ് കിച്ചണിലെ വേറെ എനിക്കിഷ്ടപ്പെട്ട ഞാൻ ടേസ്റ്റ് ചെയ്ത റെസിപ്പീസാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടിപൊളി റെസിപ്പീസാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് എ ലോട്ട് and especially to Lekshmis Kitchen and Creations.